നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? Pairs of equation. ആ പെയേഴ്സ് ഓഫ് ഇക്വേഷന് നമ്മൾ എവിടം വരെ എത്തിയായിരുന്നു? Last exercise. ലാസ്റ്റ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്നാമത്തെ ചോദ്യം നമ്മൾ ചെയ്തായിരുന്നു. എന്തുമായി ബന്ധപ്പെട്ട കണക്കായിരുന്നു? ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണവുമായി ബന്ധപ്പെട്ടത് അല്ലേ? ആണോ? അതെ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആ രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങളെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതൊന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്യുന്ന എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരിക്കണം. നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സിൽ, ഏതാണ്ട് 5ാം ക്ലാസ്സിലും 4ലും ഒക്കെ എത്തിയപ്പോൾ പഠിച്ച മാത്തമാറ്റിക്സിലെ ഒരു ഓപ്പറേഷനാണ്, കണക്കിലെ ഒരു ക്രിയയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഡിവിഷൻ. അപ്പം ഞാൻ ഉദാഹരണത്തിന് 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ സ്റ്റെപ്പ് അമൃത എനിക്കൊന്ന് പറഞ്ഞു തന്നേ. അമൃത പറഞ്ഞാട്ടെ. 7 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാട്ടെ. 2 3s are 6. 2 3s are 6. ഇനി എന്തോ ചെയ്യും? Remainder 1. 7 minus 6. പറയും. ഓക്കെ. ഇനി ഇവർക്ക് ചില പേരുകളുണ്ട്. ഈ 7നെ എന്ത് പേര് വിളിക്കും അമൃതേ? ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് വിളിക്കും. ഡിവിഡൻഡിന് മലയാളത്തിൽ പറയുന്ന പേര് ഹാര്യം എന്ന് പറയും. എന്ത് പറയും? ഹാര്യം. 2നെ എന്തോ വിളിക്കും അമൃതേ? ഡിവൈസർ. ഡിവൈസർ. ഡിവൈസർ മലയാളത്തിൽ എന്താ വിളിക്കും? ഹാരകം. എന്താ വിളിക്കും? ഹാരകം. ഈ 3നെ എന്തോ വിളിക്കും? കോഷ്യന്റ്. കോഷ്യന്റ്. മലയാളത്തിൽ ഹരണഫലം എന്ന് പറയും. എന്താ പറയും? ഹരണഫലം. ഈ ബാക്കി വന്ന 1നെ എന്തോ വിളിക്കും? റിമൈൻഡർ. റിമൈൻഡർ. റിമൈൻഡറിന് മലയാളത്തിൽ ആയുഷ് മാധവ് പ്രസന്റാ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കാം, അപ്പൊ പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ 4 വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്, ഹാര്യം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ഡിവൈസർ, മലയാളത്തിൽ ഹാരകം എന്ന് പറയും. ഉത്തരമായി കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് കോഷ്യന്റ്, ഹരണഫലം എന്ന് പറയും. വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിമൈൻഡർ, ശിഷ്ടം എന്ന് പറയും. ഇത്രയും വാക്ക് പിടികിട്ടിയോ? ഞാൻ നിങ്ങൾ ഓക്കെ. ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടെ നിങ്ങൾ, അല്ല ചെയ്തു വെച്ചിരിക്കുന്ന പേപ്പറിന്റെ സൈഡിലോട്ടൊന്ന് എഴുതിയിട്ടെ ഈ 2 കാര്യങ്ങളും. ആദ്യം 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് എഴുതണം. ദെൻ ഇവരെ ഓരോരുത്തരെയും വിളിക്കുന്ന പേരിന്റെ കാര്യവും എഴുതിയിടണം. എഴുതി കഴിയുമ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യണം. ഏതാ? പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ 3ാമത്തെ എക്സസൈസിലെ 2 തൊട്ടുള്ള കണക്ക് ഹോംവർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആ 2ാമത്തെ കണക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആ 2ാമത്തെ കണക്കിന്റെ സൈഡിലോട്ടാണ് ഈ വിവരം എഴുതിയിടേണ്ടത്. അവിടെ ഒരു റൈറ്റിംഗ് ബോർഡ് ഇരിപ്പുണ്ട് ആ സൈഡ്. എഴുതിയോ? എഴുതി സാർ. ഇനി ആരെങ്കിലും ഈ ബോർഡിൽ കിടക്കുന്ന എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും ഈ ബോർഡിൽ കിടക്കുന്നത് എഴുതാനുണ്ടോ?
ഇനി ആരെങ്കിലും ഈ ബോർഡിൽ കിടക്കുന്ന, നിങ്ങൾ മറുപടി പറഞ്ഞാൽ ക്ലാസ്സിലാകുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾ എഴുതിയോ ഇല്ലയോ എന്ന് എനിക്കറിയാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് എഴുതിയോ? എഴുതി. അപ്പൊ ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ് 7 ഈസ് ഈക്വൽ ടു 2 into 3 പ്ലസ് 1. 7 സമം 2 ഗുണം 3 അധികം 1. പഠിച്ചിട്ടുണ്ടോ? 2 ഗുണം 3 6. ആരോ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. 2 into 3 ഈക്വൽ 6. 6 plus 1 equal 7. 6 plus 1 equal 7. എഴുതിയിടുക. അടുത്തതായിട്ട് വർക്കിംഗ് കൊടുത്തിട്ട് എഴുതിയിട്. 7 is equal to 2 into 3 plus 1. 2 into 3 plus 1. എഴുതിയോ? ഇത് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അഭിരാമി അല്ല ലക്ഷ്മിപ്രിയെ, ഇവിടെ 7-ന് എന്തോ പേര് പറയുന്നേ? ഡിവിഡൻഡ്. അപ്പൊ എഴുതിക്കോളൂ. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു, മലയാളത്തിൽ പറഞ്ഞാൽ ഹാര്യം ഈസ് ഈക്വൽ ടു 2 ആരാ ലക്ഷ്മിപ്രിയ ഇവിടെ? ഡിവൈസർ. ഡിവൈസർ. ഡിവൈസറിന് മലയാളത്തിൽ എന്തോ പറയും? ഹാരകം. ഇൻഡു 3 ആരാ? കോഷ്യന്റ്. കോഷ്യന്റ്. കോഷ്യന്റിന് മലയാളത്തിൽ ഹരണഫലം എന്ന് പറയും. ഇത് രണ്ടുകൂടെ ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിനോടുകൂടി കൂട്ടിയിരിക്കുന്ന ഒന്നാരാ? റിമൈൻഡർ. റിമൈൻഡറിന് മലയാളത്തിൽ ശിഷ്ടം എന്ന് പറയും. ഇത് ഡിവിഷനുമായി ബന്ധപ്പെട്ട, ഹരണവുമായി ബന്ധപ്പെട്ട ഏത് കണക്കിലും ശരിയാണ്. എന്ത്? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു പറഞ്ഞോ ലക്ഷ്മിപ്രിയേ. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന ഇത്രയും കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. ആകെ അഭിനവ് മാത്രമാണ് മറുപടി പറയുന്നത്. ബാക്കി എല്ലാവരുടെയും ശബ്ദം എനിക്ക് കേൾക്കണം. മനസ്സിലായോ? അപ്പൊ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ട്. ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന പ്രോബ്ലം എന്ത് ചെയ്യത്തുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അഭിരാമി രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. When a larger number is divided by a smaller number, the quotient and the remainder are both 2. When 5 times the smaller is divided by the larger, the quotient and the remainder are still both 2. What are the numbers? Okay. അപ്പോൾ നമുക്ക് നിർത്തി ഓരോന്നോരോന്നായിട്ട് വായിക്കാം. വായിച്ചാട്ടെ ലക്ഷ്മിപ്രിയ ആദ്യത്തെ സെന്റൻസ്. When a larger number is divided by a smaller number. When a larger number is, larger means വലിയ നമ്പർ അല്ലേ, is divided by a smaller number. ഒരു വലിയ സംഖ്യയെ നമ്മൾ ഒരു ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഹരിച്ചു. ബാക്കി പറയണ്ടേ? The quotient and the remainder are both 2. എന്ന് വെച്ചാൽ എന്തോ അതിന്റെ അർത്ഥം? The quotient and remainder are both 2 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? The quotient and remainder are both 2 എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? quotientum രണ്ടാണ്, ഹരണഫലവും രണ്ടാണ്, റിമൈൻഡർ ശിഷ്ടവും എത്രയാണ്? 2. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത് വർക്കിംഗ് കോളത്തിലോട്ട് എഴുതിയിട്ടെ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ബുക്കിന്റെ സൈഡിൽ വർക്കിംഗ് കോളത്തിലോട്ട്, അതായത് എവിടാണോ നിങ്ങൾ ആൻസർ ചെയ്ത് വെച്ചേക്കുന്നത് അവിടോട്ട് ഇത് എഴുതിയിടുക. ഓക്കെ. അപ്പൊ ഇനി അടുത്ത സെന്റൻസ് വായിച്ച ലക്ഷ്മിപ്രിയേ. When 5 times the smaller number is divided by the larger. When 5 times the smaller number എന്ന് വെച്ചാൽ എന്തോ അർത്ഥം?
5 ഇൻറ്റു സ്മോളർ ചെറുത്. അതായത് ചെറിയ നമ്പറിന്റെ 5 മടങ്ങിനെ 5 ടൈംസിനെ അതിനെ 5 കൊണ്ട് ഗുണിച്ചതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? എന്തുകൊണ്ട് ഹരിച്ചു? 5 കൊണ്ട്. യു അല്ല, 2 കൊണ്ട് ലാർജർ നമ്പർ കൊണ്ട്, വലിയ നമ്പർ കൊണ്ട് എന്ത് ചെയ്തു? ഹരിച്ചു. നോക്കിക്കേ, ഇതാ quotient and when 5 times the smaller is divided by the larger, അല്ലേ? ചെറിയ സംഖ്യയുടെ 5 മടങ്ങിനെ വലിയ നമ്പർ കൊണ്ട്, വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ലക്ഷ്മിപ്രിയ ബാക്കി. The quotient and remainder are still both 2. എന്ന് വെച്ചാൽ എന്തിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ കോഷ്യന്റും റിമൈൻഡറും 2 തന്നെയാണ്. അപ്പോഴും കോഷ്യന്റ് ഹരണഫലവും 2 ആണ്, റിമൈൻഡർ ശിഷ്ടവും എത്രയാണ്? 2 ആണ്. ഇത് വീണ്ടും നിങ്ങൾ വർക്കിംഗ് കോളത്തിലോട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എല്ലാവർക്കും മനസ്സിലായോ? ആയോ? മനസ്സിലായി സാർ. അങ്ങനാണെങ്കിൽ എന്തോ ലക്ഷ്മിപ്രിയ ബാക്കി ചോദ്യം? വാട്ട് ആർ ദി നമ്പേഴ്സ്? വാട്ട് ആർ ദി നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് പ്രോബ്ലം മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഒരു ലാർജർ നമ്പർ വേണം, ഒരു വലിയ സംഖ്യ വേണം, ഒരു സ്മോളർ നമ്പർ, ഒരു ചെറിയ സംഖ്യയും നമുക്ക് വേണം. നിലവിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടോ ഏതൊക്കെയാ നമ്പർ എന്ന്? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എഴുതുക ലാർജർ. നിങ്ങൾ എഴുതിയേക്കുന്ന നോക്കിയാൽ മതി സ്റ്റെപ്പ് കറക്റ്റ് ആണോ എന്ന്. കറക്റ്റ് അല്ലെങ്കിൽ തിരുത്തണം, പിന്നെ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അപ്പൊ നമ്മൾ എടുക്കുന്നു ലാർജർ നമ്പർ ഈക്വൽ വലിയ സംഖ്യ സമം എക്സ്. അപ്പോ സ്മോളർ നമ്പർ ചെറിയ സംഖ്യ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? y. രണ്ടൂടെ ചേർത്ത് സപ്പോസ് സങ്കല്പിക്കുക. ഇവിടെ വരെ ഓക്കെ ആണോ? ഇനി ബോർഡിന്റെ വലതുവശത്ത് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ലാർജ് നമ്പർ. അതാരാ? അമൃതേ അല്ല, അമൃതയല്ല, ഒരു സെക്കൻഡ്. ലക്ഷ്മിപ്രിയ, അഭിരാമി, ആരാ വലിയ നമ്പര്? എക്സ്. അപ്പൊ വലുതിന്റെ അവിടെ എനിക്ക് എക്സ് എന്ന് എഴുതാം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? എന്തുകൊണ്ട് ഹരിച്ചു? സ്മോളർ നമ്പർ ചെറിയ നമ്പർ കൊണ്ട് ഹരിച്ചു. അതാരാ? y. അപ്പോൾ കോഷ്യന്റ് ഹരണഫലം എന്ത് കിട്ടി? 2. റിമൈൻഡർ ശിഷ്ടം എന്ത് കിട്ടി? 2. ഇത് നിങ്ങൾ ആൻസർ എഴുതുന്നിടത്ത് തന്നെ ഒന്ന് എഴുതിക്കേ. ഇത് നിങ്ങൾ ആൻസർ എഴുതുന്നിടത്ത് തന്നെ എഴുതണം. എഴുതിയോ? ഇപ്പോൾ തൊട്ട് മുമ്പേ ഞാൻ ഇവിടെ ബോർഡിൽ ഒരു സംഗതി എഴുതി കാണിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തുവായിരുന്നു? ഒരു ഡിവിഷനൊക്കെ ചെയ്തതിന് ശേഷം 4 പേരെ പരിചയപ്പെടുത്തിയിട്ട് അവർ തമ്മിലുള്ള ഒരു ബന്ധം ഞാനിവിടെ എഴുതി കാണിച്ചായിരുന്നു. എന്തുവായിരുന്നു ആ ബന്ധം? ഡിവിഡൻഡ് ഈസ് ഈക്വൽ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ആള് പറയുക. അപ്പോ ദേവിക ഒന്ന് പറഞ്ഞേ ആ സ്റ്റെപ്പ്. ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു നിക്ക്. ഇവിടുത്തെ ഡിവിഡൻഡ് ആരാ? ഇവിടുത്തെ ഹാര്യം ആരാ? എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു ഡിവൈസർ. ഇവിടുത്തെ ഡിവൈസർ ഹാരകം ആരാ? y ഇൻറ്റു കോഷ്യന്റ് ഹരണഫലം. ഇവിടുത്തെ കോഷ്യന്റ് ഹരണഫലം ആരാ? 2 പ്ലസ് റിമൈൻഡർ ശിഷ്ടം അതാരാ? 2. അപ്പൊ എഴുതിയാട്ടെ എക്സ് ഈക്വൽ. എഴുതിയിരിക്കുന്ന ശരിയാണോ നോക്കുക. എക്സ് ഈക്വൽ y ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ എക്സ് ഈക്വൽ ടു y ഇൻറ്റു 2വിനെ നമ്മൾ കണക്കിൽ എന്തോ പറയും? 2y. അപ്പൊ 2y
+2. നമ്മൾ ഇതുവരെ പഠിച്ച പെയേഴ്സ് ഓഫ് ഇക്വേഷനകത്തിലെല്ലാം എക്സും വൈയും ഒരു സൈഡിലും കോൺസ്റ്റന്റ് സ്ഥിരസംഖ്യ മറു സൈഡിലുമായിട്ടല്ലേ വരുന്നത്. അപ്പം ഞാൻ ഈ 2y കൂടെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. വരച്ചിട്ടാട്ടെ, വരച്ചിട്ടോ, വരച്ചിട്ടോ. അപ്പോൾ ഒന്ന് വായിച്ചാട്ടെ. ലക്ഷ്മിപ്രിയെ പറഞ്ഞാട്ടെ സ്റ്റെപ്പ്. ലക്ഷ്മിപ്രിയ അല്ല, ആരായിരുന്നു പേര് വിളിച്ചത്? ദേവിക. ദേവിക പറഞ്ഞാട്ടെ. എക്സ് ഇവിടെ ഉണ്ട്. ഈ 2y ലെഫ്റ്റിലോട്ട് വരുമ്പോ ഈ 2y പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ്. എങ്ങനെ മനസ്സിലായി? അവിടെ ചിഹ്നം ഒന്നുമില്ല. ചിഹ്നമില്ലെങ്കിൽ പ്ലസ് ആണ്. അപ്പൊ അത് ലെഫ്റ്റിലോട്ട് വരുമ്പോ -2y ഈസ് ഈക്വൽ ടു, ഈ 2 അവിടെ തന്നെ നിൽക്കുവല്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു 2 വരച്ച് ബോക്സിലിടുന്നു. ഇക്വേഷൻ നമ്പർ 1. ഇവിടം വരെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട്, ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ല. വേഗം പറഞ്ഞോളൂ. വായിച്ചു നോക്കിയോ? നോക്കി. ഞാൻ ചെറിയ തിരുത്ത് പറഞ്ഞോട്ടെ. ഇതിപ്പോ എക്സിന്റെ വിലയായിട്ട് തന്നെ കിടക്കുമല്ലേ ഇവിടെ. ഇത് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആക്കാതെ നിങ്ങൾക്ക് വേഗം ചെയ്യാം. നിങ്ങൾ അടുത്ത ഒരെണ്ണം ചെയ്യുമ്പോൾ വീണ്ടും എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ വരുത്തില്ലേ? അതിനകത്തിലെ എക്സിന് പകരം നിങ്ങൾ എന്തങ്ങ് കൊടുത്താലും മതി. ഈ 2y + 2 എന്നുള്ള വില കൊടുത്താലും ആൻസർ കിട്ടത്തില്ലേ? ആൻസർ കിട്ടുമോ? അപ്പൊ വേണ്ട, നമുക്ക് അവിടെ അങ്ങ് നിർത്താം. എക്സ് ഈക്വൽ 2y + 2 എന്ന് പറയുന്ന ഇപ്പൊ തൊട്ട് മുമ്പ് കിട്ടിയ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെ വരെ മതി. അവിടുന്ന് നിങ്ങൾ അതിനെ എന്താക്കണ്ട, വൈയെ ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സ്റ്റെപ്പ് വേണ്ട. മനസ്സിലായോ? മനസ്സിലായോ? എന്താ കാര്യം? അത് നേരിട്ട് ആരുടെ വിലയാ? ആരുടെ വിലയാ? എക്സിന്റെ. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത്ര ഓക്കെ ആയോ? ഇത്ര ഓക്കെ ആയോ? ഇനി നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ? 5 × സ്മോളർ നമ്പർ, ചെറിയ സംഖ്യയുടെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 × ഉണ്ടായിരിക്കുന്ന പിള്ളേർ ചെറിയ നമ്പർ ആരാ? y. അതിനെ വലിയ നമ്പർ കൊണ്ട്, വലിയ നമ്പർ ആരാ? ലാർജർ നമ്പർ ആരാ? x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഹരണഫലം കോഷ്യന്റ് എത്രയാണ്? 2. റിമൈൻഡർ ശിഷ്ടം എത്രയാണ്? 2. എഴുതിയാട്ടെ. 5 × y ഡിവൈഡഡ് ബൈ x. അപ്പോൾ കോഷ്യന്റിലും 2 എഴുതണം, റിമൈൻഡറിലും 2 എഴുതണം, ഹരണഫലത്തിലും 2 എഴുതണം, ശിഷ്ടത്തിലും 2 എഴുതണം. അപ്പോൾ അങ്ങനാണെങ്കിൽ അശ്വതി കൃഷ്ണയുണ്ടോ? ഇല്ല. ദിയേ? നമ്മൾ മുമ്പേ എഴുതിയ, ആദ്യം പൊതുവായിട്ട് പറഞ്ഞു, പിന്നെ കഴിഞ്ഞ സ്റ്റെപ്പിൽ എഴുതിയ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, ഒരു നീളമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ. ഡിവിഡന്റ്, ഹാര്യം. ഇവിടുത്തെ ഡിവിഡന്റ് ആരാ? ഹാര്യം ആരാ? 5 × y. അപ്പൊ അതിന് നമുക്ക് 5y എന്ന് എഴുതാമല്ലോ. 5y ഈക്വൽ ഡിവൈസർ ഹാരകം അതാരാ? x ഇൻറ്റു ഗുണം കോഷ്യന്റ് ഹരണഫലം അതാരാ? 2 പ്ലസ് റിമൈൻഡർ ശിഷ്ടം അതെത്രയാണ്? 2. ഓക്കെ ആണോ? അപ്പോൾ എഴുതിക്കോണം എൻ്റെ കൂടെ. 5y ഈക്വൽ x × 2
എക്സ് ഇൻറ്റു 2 ആ 2x ആ പ്ലസ് 2 വരച്ച് ബോക്സിലിടുക. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ ആയോ? ഓക്കെ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ കിട്ടിയായിരുന്നു എക്സ് ഈക്വൽ എത്രന്ന്. അത് കൊണ്ടുവന്ന് നമുക്ക് എവിടോട്ട് കൊടുക്കാം? അപ്പൊ എഴുതണം പുട്ട് എക്സ് ഈക്വൽ 2y + 2 ഇൻ ഇക്വേഷൻ നമ്പർ 2. മലയാളത്തിൽ എക്സ് സമം 2y + 2 എന്ന് സമവാക്യം 2ൽ ആരോപിച്ചാൽ. അത്രയും എഴുതിയോ എല്ലാവരും? അത്രയും എല്ലാവരും എഴുതിയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കി സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. എക്സിന് അല്ല ആർക്ക് പകരമാണ്? അപ്പോൾ ഇടതുവശത്തെ 5y അങ്ങനെ തന്നെ എഴുതി. 5y = 2 ഇൻറ്റു ഈ എക്സിന് പകരം നിങ്ങൾ എന്തെഴുതും? 2y + 2. ആ 2y + 2 നിർബന്ധമായിട്ട് ഒരു ബ്രാക്കറ്റിൽ ഇടണം. കാരണം എക്സിനെ മൊത്തത്തിലാണ് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്, എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 2 കൊണ്ട്. നിങ്ങളിങ്ങനെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ തെറ്റാണ്. പ്ലസ് 2 അധികം 2 എഴുതുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ 5y = ഈ 2 ബ്രാക്കറ്റിനകത്തോട്ട് ഗുണിക്കുകയാണ്. 2 × 2y 2 × 2y 4y 2 × 2 4 പ്ലസ് 2. ബുദ്ധിമുട്ട് എന്തെങ്കിലും? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, സഫ്നാസ്, ഹാഫിസില്ല, ആനന്ദേ, 5y = ഈ 4y അങ്ങനെ തന്നെ നിൽക്കട്ടെ. 4 + 2 എത്ര ആനന്ദേ? 6. എല്ലാവരും എൻ്റെ കൂടെ എഴുതിക്കോണം കേട്ടോ. വേണ്ടേ? ഇടതുവശത്തൊരു 5y ഉണ്ട്, വലതുവശത്തൊരു 4y ഉണ്ട്. ആരുടെ അടുക്കലേക്ക് കൊണ്ടുവരാം ആനന്ദിന്റെ അഭിപ്രായത്തിൽ? വേണ്ട, തിരിച്ച് 4y എങ്ങോട്ട് കൊണ്ടുവരിക? 5y അടുത്ത്. അപ്പൊ 5y ആനന്ദേ, ഈ വലതുവശത്ത് കിടക്കുന്ന 4y പ്ലസ് ആണോ മൈനസ് ആണോ അഭിനവേ? പോസിറ്റീവ്. അത് ഇടതുവശത്ത് വരുമ്പോ മൈനസ്. അപ്പൊ -4y ഈക്വൽ 6. അപ്പൊ അഭിനവനോടാണ് ബാക്കി ചോദ്യം. 5y - 4y y എത്ര വരും? y എത്ര വരും? 6. അപ്പോൾ ആരുടെ വില കിട്ടി? വൈയുടെ വില കിട്ടി. അപ്പോൾ ഗോപിക, നമുക്ക് y കിട്ടിയാൽ ഇനി ആരെ കണ്ടുപിടിക്കാം ഗോപികയെ? അതെങ്ങനെ കണ്ടുപിടിക്കും ഗോപികയെ? ഫസ്റ്റ് ഇക്വേഷനകത്ത് x ഇടണം. അപ്പൊ എഴുതുക, എന്റെ കൂടെ എഴുതിക്കോണം. പുട്ട് y = 6 ഇൻ ഇക്വേഷൻ നമ്പർ 1. മലയാളത്തിൽ എഴുതുമ്പോ y = 6 എന്ന് സമവാക്യം 1ൽ ആരോപിച്ചാൽ. എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സമവാക്യം, ഒന്നാമത്തെ ഇക്വേഷൻ? ഞാൻ അടപ്പുണ്ട്. x എന്തോ ഗോപിക? 2 ഇൻറ്റു y പകരം 6 പ്ലസ് 2. അപ്പോൾ x = 2 × 6 12 പ്ലസ് 2 ആണോ? അപ്പൊ x = 12 പ്ലസ് 2 14. അപ്പൊ എക്സിന്റെ വില എത്ര കിട്ടി? 40. ഇതുവരെ എഴുതിയിട്ടുണ്ടോ എല്ലാവരും? എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോബ്ലം തുടങ്ങിയിടത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് എക്സ്? ആരാ ഗോപികേ? ലാർജർ നമ്പർ. അപ്പോ ലാർജർ നമ്പർ ഈക്വൽ x = 14 ആണോ?
അപ്പൊ അടുത്തത് smaller number equal സ്മോളർ നമ്പർ ഈക്വൽ y equal 6. 6. ഓക്കെ, ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പോ നമുക്ക് ആയുഷ് മാധവേ ഈ കിട്ടിയ ഉത്തരം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കണ്ടേ ആയുഷേ? വേണോ സാർ? അതെങ്ങനെ പരിശോധിക്കും പറഞ്ഞാട്ടെ ആയുഷേ? ബോർഡിൽ തന്നെ കിടപ്പുണ്ട്, പറഞ്ഞാട്ടെ. ബോർഡിൽ തന്നെ കിടപ്പുണ്ട്, പറ. ആയുഷിന് മിണ്ടാൻ പറ്റുന്നില്ലയോ? അമൃത ഒന്ന് പറഞ്ഞേ. അമൃതേ, larger number divided by smaller number. നിക്ക്. ലാർജർ നമ്പർ ഏതാ അമൃതേ? 14. 14 ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ 6. 6. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. അപ്പോ 6 2s are 12. 6 2 12. റിമൈൻഡർ ശിഷ്ടം എത്ര വരുന്നുണ്ട്? 2. ഒന്നാമത്തെ കണ്ടീഷൻ കറക്റ്റ് ആയോ? ആയോ? ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തേതിലേക്ക് ഒന്ന് പറഞ്ഞാട്ടെ. 5 into സ്മോളർ. സ്മോളർ ആരാ അമൃതേ? 6. അപ്പൊ 5 into സ്മോളർ 30. 5 ഗുണം 6 30. 30. 30 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം? 14. 14 കൊണ്ട് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. പറഞ്ഞാട്ടെ. 14 2 28. 14 2s are 28. റിമൈൻഡർ ശിഷ്ടം 2. അപ്പൊ നമ്മുടെ രണ്ട് കണ്ടീഷനും കറക്റ്റ് ആയല്ലോ, അല്ലേ? ശരി. ഇത് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ 2 മിനിറ്റ് സമയം ചോദ്യവും ഉത്തരവും വായിച്ചു നോക്കണം. മുഴുവൻ ആളുകളും മനസ്സിലായെങ്കിൽ ആയെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. വായിച്ചു നോക്കിയോ? വായിച്ച് മനസ്സിലായി സാർ. ഓക്കെ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഏതാണ്ട് അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മൂന്നാമത്തെ കണക്കിലേക്ക് പോകാം. എത്ര കണക്കാണ്? 3. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ കണക്ക് ചെയ്യുന്നതിന് മുൻപും ഒരു ചെറിയ ഇൻഫർമേഷൻ നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ ഇപ്പൊ കണക്ക് മനസ്സിലായതുപോലെ നമുക്ക് ആ കണക്കും വേഗത്തിൽ പഠിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ഒരു 2 അക്ക സംഖ്യയെ കുറിച്ചല്ലേ ചോദ്യം പറയുന്നത്? ആണോ? മിണ്ടുന്നില്ല. ഓക്കെ. അപ്പൊ ആദിദേവന് ഇഷ്ടപ്പെട്ട ഒരു 2 ഡിജിറ്റ് നമ്പർ പറഞ്ഞേ. 18. 0 അല്ലാത്ത നമ്പർ പറ. ഒരു 18. ഓക്കെ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതിനെ സ്ഥാനവില അനുസരിച്ച്, പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? 1 into 10 പ്ലസ് 1 into 8, അല്ലെങ്കിൽ വെറും 8 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ഈ 1ൻ്റെ കൂടെ 10 വന്നത്? 1ൻ്റെ കൂടെ എങ്ങനെയാണ് 10 വന്നത്?
ആ 1ന്റെ പ്ലേസ് വാല്യൂ ആണ്, സ്ഥാനവിലയാണ് 10th, മലയാളത്തിൽ 10ന്റെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ ഈ 8 എന്താ 8ആയിട്ട് തന്നെ എഴുതാൻ കാരണം അതിൻ്റെ പ്ലേസ് വാല്യൂ സ്ഥാനവില 1 ആണ്, വൺസ് ആണ്, യൂണിറ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനാണെങ്കിൽ ഒരു സെക്കൻഡ്, അങ്ങനാണെങ്കിൽ ലക്ഷ്മിപ്രിയെ ഞാൻ 35 എന്ന് പറയുന്ന ഒരു നമ്പർ പറയും. ലക്ഷ്മിപ്രിയ അതിനെ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞ്. ലക്ഷ്മിപ്രിയ ഇല്ലയോ? ലക്ഷ്മിപ്രിയ, ലക്ഷ്മിപ്രിയ, അഭിരാമി, 35നെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞ്. 3 into 10 plus 5. 3 into 10 plus 5 കറക്റ്റ് അല്ലേ? 3 into 10 എന്ന് പറഞ്ഞാൽ 30 plus 5 അല്ലേ 35 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അശ്വതി കൃഷ്ണയുണ്ടോ? അശ്വതി കൃഷ്ണ, അദ്വൈതില്ല, ആദിദേവ് മുമ്പേ നമ്പർ പറഞ്ഞു. ദിയ വിനോദ് 47 ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേ. 4 into 10 4 into 10 plus 7. 4 into 10 എത്ര? 40. 40 plus 7 47. അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന വിധം മനസ്സിലായോ? ഇത് എന്തിന് ഞാൻ പറഞ്ഞു എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആനന്ദേ മൂന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. ആനന്ദ്, The sum of the digit of the 2-digit number is 11. The number got by interchanging digit is 27 more than the original number. What is the number? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത് പറഞ്ഞേക്കുന്നത് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആനന്ദ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തോ അഭിനവേ അതിൻ്റെ അർത്ഥം? അഭിനവേ, ഒരു ഡിജിറ്റിന്റെ സമ്മ്, അതായത് ഒരു 2-digit നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഒരു 2 അക്ക സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. ഉദാഹരണം 65 65. ഇതൊരു 2-digit നമ്പർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണ്. 65 എന്ന് പറയുന്ന ഒരു 2-digit നമ്പർ അല്ലേ, 2 അക്ക സംഖ്യ അല്ലേ? അതെ. നമ്മൾ ഇതിനകത്തിലെ 2 ഡിജിറ്റ് കൂടെ ആഡ് ചെയ്യുന്നു. 6 + 5 ആൻസർ 11. ഈ 11 അതല്ലേ എൻ്റെ സം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലൊരു നമ്പറിനെ കുറിച്ചാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒരു 2-digit നമ്പർ, ഒരു 2 അക്ക സംഖ്യ, അതിലെ 2 ഡിജിറ്റും 2 അക്കങ്ങളൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ആരും മിണ്ടുന്നില്ല. എത്ര കിട്ടണം? 11 കിട്ടണം. ഓക്കെ, ഇനി എന്താണ് അഭിനവ് അടുത്ത സെന്റൻസ്? The number got by interchanging the digit is 27 more than the original number. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-digit നമ്പറിലെ 2 അക്ക സംഖ്യയിലെ ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്യണം, അക്കങ്ങളെ പരസ്പരം മാറ്റണം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ അഭിനവ എന്തോ അർത്ഥം? അക്കങ്ങളെ പരസ്പരം മാറ്റുക, ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ? തിരിച്ചിടണം എന്ന് പറഞ്ഞാൽ 65 ആണെങ്കിൽ അത് എത്ര ആക്കണം? 56 ആക്കണം. അപ്പൊ നമുക്കൊരു പുതിയ നമ്പർ കിട്ടത്തില്ലേ? ഈ പുതിയ നമ്പർ എന്ന് പറയുന്നത് പുതിയ നമ്പർ എന്ന് പറയുന്നത് 27. അയ്യോ അല്ല, പുതിയ നമ്പർ എന്ന് പറയുന്നത് പഴയ നമ്പറിനേക്കാൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചൊരു 2-digit നമ്പർ ഉണ്ടല്ലോ, ഒരു 2 അക്ക സംഖ്യ ഉണ്ടല്ലോ, അതിനേക്കാൾ എത്ര കൂടുതലാണ്? 27 കൂടുതലാണ്. ന്യൂ നമ്പർ എന്ന് പറയുന്നത് ഓൾഡ് നമ്പറിനേക്കാൾ എത്ര കൂടുതലാണ്? 27. പുതിയ സംഖ്യ എന്ന് പറയുന്നത് പഴയ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ്? മിണ്ടുന്നില്ല.
27. 27 കൂടുതലാണ്. അങ്ങനാണെങ്കിൽ എന്താ ചോദ്യം? വാട്ട് ഈസ് നമ്പർ? വാട്ട് ഈസ് ദി നമ്പർ? അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദ്യം പറയാം. നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, ഒരു 2 അക്ക സംഖ്യ ഉണ്ട്. അപ്പൊ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2. ആ 2 ഡിജിറ്റ് കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഡിജിറ്റുകളെ പരസ്പരം മാറ്റി അക്കങ്ങളെ ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ നമുക്കൊരു പുതിയ നമ്പർ കിട്ടത്തില്ലേ? ഈ പുതിയ നമ്പർ നമ്മുടെ പഴയ നമ്പറിനേക്കാൾ എത്ര കൂടുതലാണ്? 27 കൂടുതലാണ്. അങ്ങനാണെങ്കിൽ നമ്മുടെ നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, നമുക്ക് തുടങ്ങാമല്ലോ. അപ്പൊ നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ വേണോ ഗോപികെ? വേണം. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ അനുസരിച്ച് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്തും ഒരു സംഖ്യ വേണം, 10th പ്ലേസിൽ 10ന്റെ സ്ഥാനത്തും ഒരു സംഖ്യ വേണം. വേണ്ടായോ? അപ്പൊ എഴുതിക്കോളൂ. ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. മലയാളത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ. ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ നമ്മൾ എന്തായിട്ടെടുക്കും? ആരും മിണ്ടുന്നില്ല. എന്തായിട്ടെടുക്കും? പറഞ്ഞു ശരിയാ? എക്സ്. അപ്പൊ ഗോപിക അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാട്ടെ. ഒറ്റയുടെ സ്ഥാനത്ത് യൂണിറ്റ് പ്ലേസിൽ മാത്രം നമ്പർ പോരാല്ലോ. ഡിജിറ്റ് ഇൻ ദി അടുത്ത പ്ലേസ് ഏതാ? 10th പ്ലേസ്. ഏതാണ്? 10th പ്ലേസ്. 10ന്റെ സ്ഥാനത്തെ അക്കം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? വൈ. ബ്രാക്കറ്റിൽ സങ്കല്പിക്കുക സപ്പോസ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് പ്ലേസിലെയും 10th പ്ലേസിലെയും നമ്പർ എടുത്തതിൽ ഒറ്റയുടെ സ്ഥാനത്തെയും 10ന്റെ സ്ഥാനത്തെയും സംഖ്യ എടുത്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഇത് വെച്ചോണ്ട് നമ്മൾ നമ്മുടെ നമ്പർ എഴുതണ്ടായോ? അപ്പൊ എഴുതിയാട്ടെ. അപ്പോ നമ്പർ ഈക്വൽ സംഖ്യാസമം. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 5ഉം 10th പ്ലേസിലെ നമ്പർ 10ന്റെ സ്ഥാനത്തെ സംഖ്യ 6ഉമാണെങ്കിൽ നിങ്ങൾ നമ്പർ എങ്ങനെ എഴുതും? അതുകൊള്ള നമ്പർ എങ്ങനെ എഴുതും? 65 65 എഴുതും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം യൂണിറ്റ് പ്ലേസിലെ സംഖ്യ 6ഉം 10th പ്ലേസിലെ സംഖ്യ 10ന്റെ സ്ഥാനത്തെ അക്കം 5ഉമാണെങ്കിൽ നിങ്ങൾ നമ്പർ എങ്ങനെ എഴുതും? 56. അങ്ങനാണെങ്കിൽ ഗോപികെ യൂണിറ്റ് പ്ലേസിലെ നമ്പർ എക്സും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എക്സും 10ന്റെ സ്ഥാനത്തെ അക്കം 10th പ്ലേസിലെ നമ്പർ വൈയുമാണെങ്കിൽ നമ്മൾ നമ്പർ എങ്ങനെ എഴുതും? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ ഒന്നോ അങ്ങനെ ശരിയാവുന്നേ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം യൂണിറ്റ് പ്ലേസിലെ നമ്പർ എക്സ്, 10th പ്ലേസിലെ നമ്പർ വൈ. അപ്പൊ നമ്പർ എങ്ങനെ? പക്ഷെ ഇത് തെറ്റാ. കാരണം കണക്കിൽ വൈ എക്സ് എന്ന് എഴുതി വെച്ചാൽ അതിന്റെ മീനിങ് എന്തുവാ? വൈ എക്സ് എന്ന് കണക്കിൽ എഴുതി വെച്ചാൽ എന്ത്? വൈ ഇൻറ്റു എക്സ് എന്നാണ്. നമ്മുടെ നമ്പർ അതാണോ? അല്ല. അവിടെയാണ് നമ്മൾ മുമ്പേ സ്പ്ലിറ്റ് ചെയ്യുന്ന ടെക്നിക്ക്. ഞാൻ മുമ്പേ ബോർഡിൽ 2-3 നമ്പർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കാണിച്ചില്ലയോ? അപ്പൊ എങ്ങനെ എഴുതും ഗോപികെ? അതായത് 10 ഇൻറ്റു വൈ. 10th പ്ലേസിലെ നമ്പറിനെ 10ന്റെ സ്ഥാനത്തെ അക്കത്തിനെ 10 കൊണ്ട് ഗുണിച്ചു പ്ലസ് എക്സ്. അപ്പൊ 10 ഇൻറ്റു വൈയെ ഗോപിക നമുക്ക് എങ്ങനെ എഴുതാം? 10y പ്ലസ് എക്സ്. 10y പ്ലസ് എക്സ്. ഇതാണ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇനി ഗോപിക ചോദ്യത്തിൽ അവർ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തുവായിരുന്നു ചോദ്യം തുടങ്ങുന്നിടത്ത്?
ചോദ്യം തുടങ്ങുന്നിടം വായിച്ചു നോക്കിയാൽ നമുക്ക് സം ഓഫ് ദ ഡിജിറ്റ് 11. അപ്പൊ എഴുതുക സം ഓഫ് ദ ഡിജിറ്റ് ഈക്വൽ അക്കങ്ങളുടെ തുക സമം എത്ര 11 ബ്രാക്കറ്റിൽ എഴുതണം ഗിവൺ തന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാട്ടെ സം ഓഫ് ദ ഡിജിറ്റ് ഇവിടുത്തെ അക്കങ്ങൾ ആരൊക്കെയാ? 10y. ഡിജിറ്റ് ഏതൊക്കെയാ? എക്സും വൈയും. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് അക്കങ്ങളുടെ തുക എന്ന് പറയുമ്പോ പ്ലസ് y ഈക്വൽ 11. വരച്ച് ബോക്സിലിടുന്നു. കോളിറ്റാസ് ഇക്വേഷൻ നമ്പർ 1. വായിച്ചു നോക്കിക്കേ ഇവിടം വരെ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഇവിടം വരെ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിലും പറയണം, മനസ്സിലാകുന്നില്ലെങ്കിലും പറയണം. വായിച്ചിട്ട് മിണ്ടാതിരിക്കരുത്, വായിച്ചിട്ട് പറയണം. മനസ്സിലായോ ഇല്ലയോ എന്ന് പറയണം. മനസ്സിലായി സർ. അപ്പൊ ആയുഷ് മാധവേ, ചോദ്യത്തിന്റെ അടുത്ത ഭാഗത്ത് എന്തോ ആയുഷേ പറയുന്നേ? ഹലോ. ചോദ്യത്തിന്റെ അടുത്ത ഭാഗത്ത് എന്താണ് ആയിഷ പറയുന്നത്? ഇല്ല. അമൃതേ, ചോദ്യത്തിന്റെ അടുത്ത ഭാഗത്ത് എന്തോ പറയുന്നത്? The number got by interchanging the digits. ഒരു സെക്കൻഡ്. എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത ഹെഡിങ് ആയിട്ട് എഴുതുക if the digits are interchanged. If the digits are interchanged, അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ അതെന്റെ ബോർഡിലേക്ക് നോക്കിക്കേ. ബോർഡിന്റെ ഏറ്റവും മുകളിൽ കിടക്കുന്ന സ്റ്റെപ്പ് എന്താണ്? എന്തോ അമൃത, ഏറ്റവും മുകളിൽ കിടക്കുന്ന സ്റ്റെപ്പ്? Digit in the unit place is equal to x. അപ്പൊ എഴുതുക ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ അല്ലെങ്കിൽ അക്കം. നേരത്തെ ആരായിരുന്നു? എക്സ്. അതിപ്പോ ആരായിട്ട് മാറും അമൃതേ? y. അടുത്തത് ഡിജിറ്റ് ഇൻ ദി 10th place. 10ന്റെ സ്ഥാനത്തെ സംഖ്യ നേരത്തെ ആരായിരുന്നു? y. അതിപ്പോൾ എന്തായിട്ട് മാറും? എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ എഴുതാവോ അമൃതേ? സംഖ്യ എഴുതാമോ? എഴുതാം. പറഞ്ഞാട്ട് എങ്ങനെ എഴുതും? 10 into y. 10 into sorry, x. 10 into x plus y. അപ്പൊ 10 into x 10x. 10x plus y. അപ്പൊ 10y പ്ലസ് എക്സ് ആയിരുന്നു നമ്മളുടെ ഓൾഡ് നമ്പർ. 10x പ്ലസ് y ആണ് ആരെന്ന് പറയുന്നത്? ന്യൂ നമ്പർ. ഇവിടം വരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയി സർ. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിപ്രിയെ, ഈ പഴയ നമ്പരും പുതിയ നമ്പരും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്തുവാ? പറഞ്ഞോ. ലക്ഷ്മിപ്രിയ ഇല്ലയോ? ലക്ഷ്മിപ്രിയ പറഞ്ഞാട്ടെ. വേണ്ടേ? പഴയ നമ്പരും പുതിയ നമ്പരും തമ്മിലുള്ള ബന്ധം. ന്യൂ നമ്പർ ഈസ് ഈക്വൽ ടു ഓൾഡ് നമ്പർ പ്ലസ് 27. ഓൾഡ് നമ്പർ പ്ലസ് 27 എഴുതുക. ന്യൂ നമ്പർ ഈക്വൽ ഓൾഡ് നമ്പർ പ്ലസ് 27. പുതിയ സംഖ്യ സമം
പഴയ സംഖ്യ അധികം 27 ആണോ? ആണോ? ആണ്. അപ്പോൾ ന്യൂ നമ്പർ ആരാണ്? പുതിയ നമ്പർ ആരാ? അവിടെ കിടപ്പുണ്ട്. ആരാ അഭിരാമി പുതിയ നമ്പര്? 10x plus 1. അപ്പൊ ഇനി അഭിരാമി ഞാനോടാണ് ചർച്ച. ബാക്കി എല്ലാവരും നിശബ്ദരായിട്ട് കേട്ടോണ്ടിരിക്കുക. 10x plus y is equal to ഓൾഡ് നമ്പർ ആരാ അഭിരാമി? 10y plus x. 10y plus x plus 27. plus 27. നമ്മൾ ഇതിനെ ഒരു പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ആക്കാൻ വേണ്ടി 27 മാത്രം റൈറ്റിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാം എങ്ങോട്ട് കൊണ്ടുവരികയാണ്? ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. എങ്ങോട്ട് കൊണ്ടുവരുന്നു? എങ്ങോട്ട് കൊണ്ടുവരുന്നു? ലെഫ്റ്റിലോട്ട്. അപ്പൊ ദാണ്ടേ ആദ്യം ഇവിടെ ഉള്ളവരെ അങ്ങ് എഴുതിക്കോ. 10x plus y നമ്മൾ അതുപോലെ തന്നെ എഴുതി. ഈ വലതുവശത്തൊരു 10y കിടപ്പില്ലേ? ഉണ്ടോ? ഉണ്ടോ അഭിരാമി? ഉണ്ട് സർ. അത് ലെഫ്റ്റിൽ വരുമ്പോൾ ആരാകും? മൈനസ് 10y. ഈ വലതുവശത്തൊരു എക്സ് കിടപ്പുണ്ട്. അതെന്തോ എക്സ് അഭിരാമി? പ്ലസ് എക്സ്. അത് ലെഫ്റ്റിൽ വരുമ്പോൾ മൈനസ് എക്സ്. ഈക്വൽ എന്ത് വരും? 27. നോക്കിക്കേ. 10x മൈനസ് എക്സ്. എക്സ് ചക്കയാണെങ്കിൽ 10 ചക്ക മൈനസ് 1 ചക്ക ഈസ് ഈക്വൽ ടു 9x. 9 ചക്ക 9x. ഇനി y എന്ന് പറയുന്നത് തേങ്ങയാന്ന് വിചാരിക്കാം. അപ്പൊ y മൈനസ് 10y. 1 ചക്ക 1 തേങ്ങ മൈനസ് 10 തേങ്ങ. അപ്പൊ 9 തേങ്ങ അടവാ. അപ്പൊ മൈനസ് 9y ഈസ് ഈക്വൽ ടു 27. ഓക്കെ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 10yയിൽ നിന്ന് y കുറച്ചാൽ 9y, വലുതിന്റെ ചിഹ്നം മൈനസ്. ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇതുവരെ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഒരു കണക്കിലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടൊരു കണക്കിലൊരു കാര്യം അപ്ലൈ ചെയ്യുകയാണ്. ഈ ഇക്വേഷനിൽ വന്നേക്കുന്ന നമ്പറുകളെയൊക്കെ ഒന്ന് വായിച്ചേ ദേവികേ. 9, 27. ഇവരെല്ലാവരും എത്രന്റെ മൾട്ടിപ്പിൾസ് ആണ്? 9ന്റെ. എത്രയാണ്? അപ്പൊ ഇതിനെ നമുക്ക് മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഡിവൈഡഡ് ബൈ 9. ഡിവൈഡഡ് ബൈ 9. അപ്പൊ നമ്മൾ ഒരാളെ അല്ല ഡിവൈഡ് ചെയ്യുന്ന, ഒരു ഇക്വേഷനെയാണ്. അപ്പൊ എല്ലാവരെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 9 കൊണ്ട്. അപ്പൊ എഴുതിക്കോളാ 9x ബൈ 9 മൈനസ് 9y ബൈ 9 ഈക്വൽ 27 ബൈ 9. കറക്റ്റ് ആണോ? 9ഉം 9 ക്യാൻസൽ ആയി പോകും. അപ്പൊ പിന്നെ എന്തോ കിട്ടും? എക്സ്. മൈനസ് 9ഉം 9 ക്യാൻസൽ ആയി പോയാൽ y ഈക്വൽ 27 ബൈ 9 3. ഇക്വേഷൻ നമ്പർ 2. ഇവിടം വരെ ഓക്കെ ആയോ? ഇവിടം വരെ ഓക്കെ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയിട്ട് എനിക്ക് എല്ലാവരുടെ അഭിപ്രായം അറിയണം. മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇവിടം വരെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള അഭിപ്രായം എല്ലാവരുടെയും അറിയണം. മനസ്സിലായി സർ.
അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇപ്പൊ എക്സിലും വൈയിലുമുള്ള എത്ര ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്? എത്രണ്ണമുണ്ട്? 2. അപ്പൊ ആദ്യത്തെ അങ്ങോട്ട് എടുത്ത് എഴുതിയാട്ടെ. എക്സ് പ്ലസ് വൈ ഈക്വൽ 11 ഇക്വേഷൻ നമ്പർ 1. എക്സ് മൈനസ് വൈ ഈക്വൽ 3 ഇക്വേഷൻ നമ്പർ 2. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കണക്കിനകത്തിൽ ഇതുപോലുള്ള ഇക്വേഷൻ കണ്ടായിരുന്നില്ലയോ? എന്തുവായിരുന്നു ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗം ദിയ വിനോദേ? ഇത് സോൾവ് ചെയ്യാനുള്ള ഇത് സോൾവ് ചെയ്യാനുള്ള എളുപ്പമാർഗം സോൾവ് ചെയ്യുക മീൻസ് എക്സിന്റെയോ വൈയുടെയോ വില കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്താണ്? കഴിഞ്ഞ ദിവസം കൂടെ പഠിച്ചതാ. 2 നമ്പറിന്റെ സമ്മ, 2 നമ്പറിന്റെ ഡിഫറൻസ് തന്നിട്ട് നമ്പർ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ 2 സംഖ്യയുടെ തുക അവർ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ട് സംഖ്യ കണ്ടുപിടിക്കുന്ന ചോദ്യത്തിൽ ഈ ഐഡിയ ചെയ്തായിരുന്നു. ഓർമ്മയില്ലേക്ക്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാ മതി, ആഡ് ചെയ്താ മതി. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കൂട്ടുമ്പോ 0. 11 അധികം 3 14. അപ്പോൾ എക്സ് ഈക്വൽ 14 ഡിവൈഡ് ബൈ 2. അപ്പോൾ എക്സ് ഈക്വൽ 7. എക്സിന്റെ വില കിട്ടി. എക്സ് കിട്ടിയാൽ വൈ എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. പറഞ്ഞ ഏത് ഇക്വേഷൻ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എഴുതുക. പുട്ട് എക്സ് ഈക്വൽ 7 ഇൻ ഇക്വേഷൻ നമ്പർ 1. മലയാളത്തിൽ എക്സ് സമം 7 എന്ന് സമവാക്യം 1ൽ ആരോപിച്ചാൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് സമവാക്യം 1 ഇങ്ങനെ മാറും. പറഞ്ഞാട്ടെ, എങ്ങനെ മാറും? എക്സ് പ്ലസ് വൈ ഈക്വൽ 11 എന്ന ഇക്വേഷൻ എങ്ങനെ മാറും ആനന്ദേ? ആനന്ദ് ഇല്ലയോ? ആനന്ദ് ഇല്ല. അഭിനവ് എങ്ങനെ മാറും ഇക്വേഷൻ? 7 പ്ലസ് വൈ 7 പ്ലസ് വൈ ഈക്വൽ 11. സോ വൈ ഈക്വൽ 11/7. 11 -7. -7. ഇടതുവശത്ത് 7 ആഡ് ചെയ്തേക്കുന്നു, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ y ഈക്വൽ 11 - 7 4. ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ തുടങ്ങിയ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോവുക. ഡിജിറ്റിന്റെ എന്തോ ഗോപിക സ്റ്റെപ്പ്? ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ്. ഡിജിറ്റ് ഇൻ ദി യൂണിറ്റ് പ്ലേസ് ഈക്വൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സമം എക്സ് ഈക്വൽ 7. അടുത്ത സ്റ്റെപ്പ് ഡിജിറ്റ് ഇൻ ദ 10th പ്ലേസ്. ഡിജിറ്റ് ഇൻ ദി 10th പ്ലേസ് 10ന്റെ സ്ഥാനത്തെ സംഖ്യ സമം y ഈക്വൽ 4. നമുക്ക് എക്സും വൈയും ഒക്കെ കിട്ടി. ഗോപിക, നമ്മുടെ അടുത്ത പരിപാടി എന്തുവാ? ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. നോക്കുക. യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ 7ഉം 10th പ്ലേസിലെ നമ്പർ 10ന്റെ സ്ഥാനത്തെ അക്കം 4ഉം വരുമ്പോൾ നമ്മുടെ നമ്പർ ഏതാണ്? സംഖ്യ ഏതാണ് ഗോപികയെ? യൂണിറ്റ് പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് 7, 10th പ്ലേസിൽ 10ന്റെ സ്ഥാനത്ത് 4. അപ്പൊ നമ്പർ ഏതാ? 47. ഇതൊരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? ആണ്. ഇതിലെ ഡിജിറ്റുകൾ തമ്മിൽ ഒന്ന് കൂട്ടിക്കേ. 4 അധികം 7 സമം 11. അപ്പം ഇതല്ലേ അവരുടെ ഒരു കണ്ടീഷൻ. ഗോപിക, പിന്നെ നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? അടുത്തതായിട്ട് പിന്നെന്ത് ചെയ്തത്? ഈ ഡിജിറ്റുകളെ ഇന്റർചേഞ്ച് ചെയ്യണം, തിരിച്ചിടണം. അപ്പൊ പുതിയ നമ്പർ എത്ര ആയിരിക്കും? 74. ന്യൂ നമ്പർ, പുതിയ സംഖ്യ എന്ന് പറയുന്നത് 74 ആണ് അല്ലേ?
അവർ പറയുന്നു പഴയ നമ്പരായ 47 സംഖ്യയോട് 27 കൂട്ടുമ്പോൾ ഈ നമ്പർ 27 കൂട്ടുമ്പോ 7 7 14 ശിഷ്ട 1 4 2 6 1 7. പഴയ നമ്പരായ 47നോട് 47നോട് 27 കൂട്ടുമ്പോ 27 ആഡ് ചെയ്യുമ്പോ പുതിയ നമ്പരായ ആരെ കിട്ടുന്നുണ്ട്? 74. കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ നമ്മുടെ ആൻസർ കറക്റ്റ് ആണല്ലോ. അതെ ആണ്. എല്ലാവരും വായിച്ചു നോക്കുക. ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയണം. വായിച്ചു നോക്കിയിട്ട് മിണ്ടാതെ ഇരിക്കരുത്, മറുപടി പറയണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാനായിട്ട്. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. അടുത്തത് എത്രാമത്തെ ചോദ്യമാണ്? 4. അപ്പോൾ ആയുഷേ, ആ 4ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചേ ആയുഷേ. The price of 17 trophies 17 trophies and the and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? അപ്പൊ എന്താ ചോദ്യം? 17 ട്രോഫിക്കും 16 മെഡലിനും കൂടെ 17 ട്രോഫിക്കും 16 മെഡലിനും കൂടി എത്ര രൂപയാണ്? 2,180 രൂപ. ട്രോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് കൊടുക്കുന്ന സാധനം, മെഡൽ എന്ന് പറഞ്ഞാൽ കഴുത്തേൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോ 17 ട്രോഫിക്കും 16 മെഡലിനും കൂടെ ചേർത്ത് എത്ര രൂപയാണ്? 2,180, 2,180 rupees. ഓക്കെ, അടുത്തത് 16 ട്രോഫിക്കും 17 മെഡലിനും കൂടെ 2,110 രൂപ. 16 ട്രോഫിക്കും 17 മെഡലിനും കൂടെ എത്ര രൂപയാണ്? 2,110. 2,110, 2,110 rupees. അങ്ങനെയാണെങ്കിൽ ഒരു ട്രോഫിക്കും മെഡലിനും കൂടെ എത്ര രൂപയാണ്? ഒരു ട്രോഫിക്കും മെഡലിനും എത്ര രൂപയാണ്? മെഡലിനും എത്ര രൂപ? ട്രോഫിക്ക് എത്ര രൂപയാണ്? ഒരു മെഡലിന് എത്ര രൂപയാണ്? ആദ്യം ഇതൊന്ന് വർക്കിംഗ് കോളത്തിൽ എഴുതിയിട്ട് എല്ലാവരും ആദ്യം ഇതൊന്ന് വർക്കിംഗ് കോളത്തിലേക്ക് എഴുതിയിടുക.
17t പ്ലസ് 16m ഈക്വൽ 2180. ഉദ്ദേശിക്കുന്നത് 17 ട്രോഫി അധികം 16 മെഡൽ ഈക്വൽ 2180, 2180. അടുത്തത് 16 ട്രോഫി അധികം 17 മെഡൽ ഈക്വൽ 2110. ഇത്രയും വരെ എഴുതിയോ എല്ലാവരും? എഴുതി. ഓക്കെ, നമുക്ക് പ്രോബ്ലം തുടങ്ങാം. അമൃത, എന്തായിരിക്കും ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ? പ്രൈസ് ഓഫ് എ ട്രോഫി. എഴുതിക്കോളൂ. പ്രൈസ് ഓഫ് എ ട്രോഫി അല്ലെങ്കിൽ പ്രൈസ് ഓഫ് 1 ട്രോഫി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ്. എക്സ്. അടുത്തത് പ്രൈസ് ഓഫ് എ മെഡൽ. പ്രൈസ് ഓഫ് എ മെഡൽ വൈ. ഈക്വൽ വൈ. അപ്പോൾ ഒരു ട്രോഫിയുടെ വില എക്സ് ആയിട്ടും ഒരു മെഡലിന്റെ വില നമ്മൾ എന്തായിട്ടും എടുക്കുന്നു? വൈ ആയിട്ടും എടുക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞോ അമൃതേ. 17 ട്രോഫി പ്ലസ് 16 മെഡൽ ഈസ് ഈക്വൽ ടു 2180. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 70x പ്ലസ് 60y ഈസ് ഈക്വൽ ടു 2180. ഇക്വേഷൻ നമ്പർ 1 എഴുതിയാട്ടെ. എഴുതിയോ? ഓക്കെ. ലക്ഷ്മിപ്രിയ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ലക്ഷ്മിപ്രിയെ. 16x plus 17y is equal to 2110. 2110 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ ആണോ? ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ ഇല്ല സാർ. ഇല്ല. ഇല്ല സാർ. അപ്പൊ ഇനി ഞാൻ ചോദ്യം ചോദിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം. നമ്മൾ ഇതുവരെ ചെയ്തു വന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം പരിശോധിക്കണം? ആദ്യത്തേതിൽ എക്സിന്റെ കോയഫിഷ്യന്റ് എത്രയാണ് ദേവികെ? എക്സിന്റെ ഗുണോത്തരം 17 അല്ലേ? രണ്ടാമത്തേതിലോ? 60. അപ്പൊ രണ്ടും ഒരുപോലാണോ? അല്ല. ആദ്യത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ 16. രണ്ടാമത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ അതൊരുപോലാണോ? അല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ ആദിദേവ എന്തോ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഒന്നാമത്തെ ഇക്വേഷനെ 16 കൊണ്ട് ഗുണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പം എക്സിന്റെ കൂടുള്ള നമ്പർ ഒരുപോലെ വരും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഗുണനം ഒരിച്ചിരി കാരണം ഇപ്പുറത്ത് വരുമ്പോൾ 2180 വരുന്നത്. നിങ്ങളെ സ്കൂളിൽ ഈ കണക്ക് പഠിപ്പിച്ചായിരുന്നോ? ഓക്കെ, സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമ്മൾ ഇപ്പൊ പറഞ്ഞ രീതിയിലാണോ പഠിപ്പിച്ചത്, അതോ മറ്റെന്തെങ്കിലും രീതിയിലാണോ പഠിപ്പിച്ചത്? വേറെ രീതിയിലാണ്. അപ്പൊ ഞാൻ ഗുണിച്ച് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല, സംഖ്യ കുറച്ച് വലുതാകും, ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലൊരു കാര്യം ചെയ്യാം. ആ എളുപ്പത്തിലെ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ ആദ്യത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോയഫിഷ്യന്റ് എക്സിന്റെ ഗുണോത്തരമാണ്. രണ്ടാമത്തേതിൽ ആരുടെ കൂടെ വന്നേക്കുന്നേ? വൈയുടെ കൂടെ. ആദ്യത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പരാണ്. രണ്ടാമത്തേതിൽ ആരുടെ കൂടെ വന്നേക്കുന്നത്? ഇത്തരം സാഹചര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനോടൊന്ന് കൂട്ടണം. എന്ത് ചെയ്യണം? കൂട്ടണം, ആഡ് ചെയ്യണം. എഴുതിയാട്ടെ. ഇക്വേഷൻ എങ്ങനെയാണെങ്കിലേ ചെയ്യാവൂ. ആദ്യത്തേതിലെ എക്സിന്റെ കൂടുള്ള നമ്പർ രണ്ടാമത്തേതിൽ വൈയുടെ കൂടെ വരണം. ആദ്യത്തേതിൽ വൈയുടെ കൂടുള്ള നമ്പർ രണ്ടാമത്തേതിൽ ആരുടെ കൂടെ വരണം? എക്സിന്റെ കൂടെ വരണം. ഇത്തരം സാഹചര്യങ്ങളിലെ ഈ മെത്തേഡ് അപ്ലൈ ആവും. പിടികിട്ടിയോ? മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഹലോ, ഓക്കെ. അപ്പൊ നമ്മൾ 1ഉം 2ഉം കൂടെ കൂട്ടുക. അപ്പൊ 1ഉം 2ഉം കൂടെ കൂട്ടി നമ്മുടെ ദിയാ വിനോദ് എന്ന് പറഞ്ഞേ. 17x
16x കൂടെ കൂട്ടിയാൽ ആഡ് ചെയ്താൽ കൂട്ടി മിണ്ടുന്നില്ല. 33. 33x പ്ലസ് അപ്പൊ ഇവിടെ എന്തോ വരും? 33y. 33y. ഇനി ഇത് ആഡ് ചെയ്യുകയാണ്. 0യും 0യും കൂടെ കൂട്ടിയാൽ 0. 8 1 9. 1 1 2. 2 2 4. 4290. 4290. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനെ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? അപ്പൊ എഴുതുക ഡിവൈഡഡ് ബൈ 33. പറഞ്ഞാട്ടെ, വരാം. 33x ഡിവൈഡഡ് ബൈ 33. പറഞ്ഞു ശരിയാ. പ്ലസ് 33y ഡിവൈഡഡ് ബൈ 33 ഈക്വൽ 4920 ഡിവൈഡഡ് ബൈ 33. ദാണ്ടേ 33 വെട്ടിപ്പോയി, 33 വെട്ടിപ്പോയി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ, ഇതാണല്ലോ ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്കൊരു ആശങ്കയുള്ളത്. സൈഡിലോട്ട് എഴുതിയാട്ടെ, 4290 ഡിവൈഡഡ് ബൈ 33. 4നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 42നെ പറ്റും. എങ്കിൽ അവിടെ ഒരു കോമ ഇടുന്നു. എത്ര പ്രാവശ്യം? ഒരു തവണ. 33 1s are 33. 33 1 33. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? തീയേ 42ൽ നിന്ന് 33 കുറച്ചാൽ ഉണ്ടെന്നില്ല. 9. അടുത്ത നമ്പറൂടെ താത്തിറക്കി 9. അപ്പൊ ഇപ്പൊ എത്ര നമ്പർ? 99നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അപ്പൊ 99. പല ആളുകളും ഇത് കഴിഞ്ഞിട്ട് കൈയടിച്ചിട്ടൊക്കെ ഇങ്ങ് പോരും. ഉത്തരം തെറ്റാണ്. കാരണം അടുത്തൊരു ഡിജിറ്റ് കൂടെ ഉണ്ട്. അതേതാ? 0. ഈ 0യെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹരണഫലത്തിൽ കോഷ്യന്റിൽ എന്തിട്ട് കൊടുക്കണം? 0. അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ എന്തോ കിട്ടി? 130. ഇക്വേഷൻ നമ്പർ 3. ഇവിടം വരെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇവിടം വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താ അറിയാവോ? ഇവിടെ 1ഉം 2ഉം കൂടെ കൂട്ടിയെങ്കിൽ ആഡ് ചെയ്തെങ്കിൽ വരട്ടെ. ശരിയാ. ഇത് എഴുതുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2. 1ൽ നിന്ന് 2 കുറയ്ക്കുന്നു. അപ്പോൾ അഭിനവേ ഒന്ന് കുറച്ച് പറയാമോ? അഭിനവേ പറഞ്ഞാട്ടെ. 17xൽ നിന്ന് 16x കുറയ്ക്കണം. എക്സ് അടുത്താണ് ശ്രദ്ധിച്ച് കുറയ്ക്കേണ്ടത്. 16y നിന്ന് 17y കുറയ്ക്കണം. മൈനസ് വൈ ഈക്വൽ 2180ൽ നിന്ന് 2110 കുറയ്ക്കുന്നു. 0ൽ നിന്ന് 70 ഇല്ലയോ? ഉണ്ടോ? ഇക്വേഷൻ നമ്പർ 4. നോക്കിക്കേ, വലിയ നമ്പറിന് പകരം വളരെ ചെറിയ നമ്പറുള്ള 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? കിട്ടിയോ ഗോപികേ? കിട്ടിയ ആ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഗോപികേ. x plus y is equal to 130. 130 ഇക്വേഷൻ നമ്പർ 3. രണ്ടാമത്തെ ഇക്വേഷൻ x minus y ഈക്വൽ 70. ഇക്വേഷൻ നമ്പർ 4. ഗോപിക, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇതേപോലത്തെ മൂന്നാമത്തെ കണക്കല്ലയോ ഇത്? ഇതെങ്ങനെ സോൾവ് ചെയ്യും പറഞ്ഞാട്ടെ? എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂട്ടണം, ആഡ് ചെയ്യണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 പ്ലസ്
ഇക്വേഷൻ നമ്പർ 4 implies x plus x 2x 2x വൈയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്താൽ 0 ഈക്വൽ 130 പ്ലസ് 70 200 200 200. അപ്പോൾ x ഈക്വൽ 200 divided by 2 അപ്പോൾ x ഈക്വൽ 100 എക്സിന്റെ വില കിട്ടിയില്ലേ? ഓക്കെ. എക്സ് കിട്ടിയാൽ y കണ്ടുപിടിക്കാൻ എന്താണ് ആയുഷ ചെയ്യേണ്ടത്? എക്സ് കിട്ടിയാൽ y കണ്ടുപിടിക്കാൻ എന്താണ് ആയുഷ ചെയ്യേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് ആയുഷിന് സംസാരശേഷി നഷ്ടപ്പെടാം, അങ്ങനെ അസുഖമുണ്ട്. അമൃതേ എന്ത് ചെയ്യണം? അമൃതേ എക്സിന്റെ വില ഒരു ഇക്വേഷൻ ഇട്ടിട്ട് ഏതിൽ കൊടുക്കും? 1-ലോ 2-ലോ 3-ലോ 4-ലോ? 1-ൽ 2-ലും കൊടുക്കണ്ട. എന്താ കാര്യം? വലിയ നമ്പർ. അപ്പൊ 3-ലോ 4-ലോ കൊടുക്കാം. അപ്പൊ എന്ത് എഴുതും? പുട്ട് എക്സ് ഈക്വൽ 100 ഇൻ ഇക്വേഷൻ നമ്പർ 3. മലയാളത്തിൽ എഴുതുമ്പോ എക്സ് സമം 100 എന്ന് സമവാക്യം 3-ൽ ആരോപിച്ചാൽ അപ്പൊ ഇക്വേഷൻ നമ്പർ 3 implies പറഞ്ഞാട്ടെ 3x plus എക്സ് പ്ലസ് അല്ല എക്സിന്റെ വിലയില്ലേ 100 100 പ്ലസ് y is equal to 130. അപ്പൊ y ഈക്വൽ 130 minus 100. 130 മൈനസ് 100. അപ്പോൾ y ഈക്വൽ 30. ആരുടെ വില കിട്ടി? വൈയുടെ വില കിട്ടി. ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല. അപ്പോ ലക്ഷ്മിപ്രിയെ നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങിയപ്പോൾ ആരെയാണ് എക്സ് എന്ന് വിളിച്ചത്? മിണ്ടുന്നില്ല. ട്രോഫിയാണോ? ട്രോഫിയാണോ എക്സ് എന്ന് വിളിച്ചത്? ട്രോഫിയെയാണോ എക്സ് എന്ന് വിളിച്ചത്? മൊത്തം സെന്റൻസ് വായിക്ക്. പ്രൈസ് ഓഫ് 1 ട്രോഫി. അങ്ങനെ എഴുതണം. പ്രൈസ് ഓഫ് 1 ട്രോഫി ഈക്വൽ ഒരു ട്രോഫിയുടെ വില സമം x is equal to x is equal to 100 rupees 100 100 രൂപ അല്ലേ? അടുത്തത് price of 1 medal is equal to price of 1 medal is equal to ഒരു മെഡലിന്റെ വില സമം y ഈക്വൽ 30 rupees 30 അല്ലേ? അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിരാമി എനിക്കൊരു സംശയം. എന്താണ് എന്റെ സംശയം? ശരിയാണ് തെറ്റാണോ? എങ്ങനെ പരിശോധിക്കും അഭിരാമി? പറഞ്ഞാട്ടെ. എങ്ങനെ പരിശോധിക്കും? അതുകൊണ്ട് ആ ബോർഡിന്റെ വലതുവശത്ത് കിടപ്പുണ്ട്. 17 ട്രോഫി. ഒരു ട്രോഫിയുടെ വില 100 രൂപ. അപ്പൊ 17 ട്രോഫിക്ക് 100 × 17. അപ്പൊ എത്ര കിട്ടും? 17 അല്ല 1700 1700 അല്ലേ? ഇനി ഒരു മെഡലിന് എത്ര രൂപ? 30. അപ്പൊ 16 മെഡലിനോ? 16 ഇൻറ്റു 30. 3 18 ശിഷ്ട 1 1 3 3 1 4 48 ഒരു 0 കൂടെ 480 ആണോ? കൂട്ടുന്നു 0 8 74 11 1 1 2. അപ്പൊ 2180 കിട്ടിയില്ലേ സമ്മായിട്ട്? ഓക്കെ. അപ്പോ പിന്നെ അശ്വതി ദേവിക ഇല്ല. എന്തോ ദേവിക രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാട്ടെ. 16 ട്രോഫിക്ക്. അപ്പൊ 16 ഇൻറ്റു ഒരു ട്രോഫിയുടെ വില 100. 16 ഇൻറ്റു 100 1600. 1600 പ്ലസ് ഒരു മെഡലിന്റെ വില 30 രൂപ. അപ്പൊ 17 മെഡലിന് 17 ഇൻറ്റു 30 7 3 21 ശിഷ്ടം
2 ഒരു 3 3 2 5 എത്ര രൂപ? 510. 0 1 6 5 11 1 1 2 2110. നമ്മുടെ ആൻസർ കറക്റ്റ് ആയില്ലയോ? കറക്റ്റായോ? ശരി, ഇനി എല്ലാവരും ആ ചോദ്യോത്തരം ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്കിരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കിയിട്ട് എല്ലാവരുടെയും മറുപടി കിട്ടണം. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.